വെൽക്കം ടു ക്യാമ്പസേഴ്സ്. +2 ശേഷം വെറും ഒരു ഡിഗ്രി കോഴ്സ് പഠിച്ചതുകൊണ്ട് എന്താവാനാ? പക്ഷേ അത് നിങ്ങൾക്ക് ജോലി സാധ്യത ഉറപ്പ് തരുന്നൊരു ഡിഗ്രി കോഴ്സ് ആണെങ്കിലോ? അങ്ങനെ ഒരു ഡിഗ്രി കോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. BBA വിത്ത് ലോജിസ്റ്റിക്സ്. BBA ലോജിസ്റ്റിക്സ് എന്താണെന്ന് പറയുന്നതിന് മുൻപ് നമുക്ക് ലോജിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ലോജിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ ചരക്കു ഗതാഗതത്തെ പ്ലാൻ ചെയ്യുകയും എക്സിക്യൂട്ട് ചെയ്യുകയും കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും മാനുഫാക്ചറിങ് മുതൽ ട്രാൻസ്പോർട്ടേഷൻ വരെയുള്ള കാര്യങ്ങൾ ചെലവ് ചുരുക്കി എഫക്റ്റീവായി നടത്തുന്ന പ്രൊസീജിയറിനെയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു നാടിൻ്റെ വികസനത്തിന് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് അത്യാവശ്യമായിട്ടുള്ളൊരു ഘടകമാണ്. അതായത് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന വസ്ത്രം, ഭക്ഷണം തുടങ്ങി നമ്മളുടെ വീടുകളും ഓഫീസുകളും ഒക്കെ പണിയാൻ ആവശ്യമായുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മളിലേക്ക് എത്താൻ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് അത്യാവശ്യ ഘടകമാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഇപ്പോൾ പർച്ചേസിങ്ങിനായിട്ട് കൂടുതലും ആശ്രയിക്കുന്നത് ഫ്ലിപ്കാർട്ട്, ആമസോൺ ഒക്കെ പോലെയുള്ള കൊമേഴ്സ് ആപ്പുകളെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമായുള്ളൊരു പ്രോഡക്റ്റ് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും നമുക്കത് വിരൽ തുമ്പിൽ ഓർഡർ ചെയ്യാനും പർച്ചേസ് ചെയ്യാനും സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഓർഡർ ചെയ്തെന്നിരിക്കട്ടെ. നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മുൻപേ തന്നെ അത് മാനുഫാക്ചറിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എത്തിച്ച് മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ വെയർ ഹൗസിൽ എത്തിച്ചിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ഓർഡർ കിട്ടിയതിന് ശേഷം അത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഹബിലോട്ടും അതുവഴി നമ്മളിലേക്കും എത്തുന്നു. ഇതുപോലെ തന്നെ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും അത് മാനുഫാക്ചർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് എത്തിച്ച് അത് മാനുഫാക്ചർ ചെയ്ത് കൃത്യമായി അതിൻ്റെ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള മൊബിലിറ്റി മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ എക്സ്പോർട്ടിംഗ്, ഇമ്പോർട്ടിംഗ്, കൊമേഴ്സ്, സീ, ലാൻഡ്, എയർ, കാർഗോ തുടങ്ങി എല്ലാ മേഖലകളിലും ലോജിസ്റ്റിക്സിൻ്റെ ജോലി സാധ്യതകൾ ഏറെയാണ്. ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിനെ നമുക്ക് 6 സെക്ഷനുകളായി തിരിക്കാൻ സാധിക്കും. ഈ ഓരോ സെക്ഷനിലും ഡിഫറെൻറ്റ് ജോബ്സ് ലോജിസ്റ്റിക്സിന് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ജോലി നമുക്ക് ചൂസ് ചെയ്യാവുന്നതുമാണ്. ലോജിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് സെക്ഷനാണ് പ്രിക്യൂർമെൻ്റ് എന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ സംഘടിപ്പിക്കുകയും അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ പ്രിക്യൂർമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രൊഡക്ഷനിൽ ലോജിസ്റ്റിക്സിൻ്റെ റോൾ എന്തെന്ന് വെച്ചാൽ ഒരു പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് മനസ്സിലാക്കി എഫക്റ്റീവായ രീതിയിൽ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുകയാണ് ലോജിസ്റ്റിക്സ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെക്ഷൻ ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. പ്രൊഡക്ഷന് ശേഷം പ്രോഡക്റ്റിനെ സ്റ്റോർ ചെയ്യുന്ന സെക്ഷനാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകാനും പാടില്ല, ഓവർ സ്റ്റോക്ക് ആകാനും പാടില്ല. മാത്രമല്ല ഇത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യണം. ഇതിൻ്റെ മൊത്തത്തിലുള്ള മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റെപ്പാണ് ട്രാൻസ്പോർട്ടേഷൻ. പ്രോഡക്റ്റിനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിലേക്കും കസ്റ്റമേഴ്സിലേക്കും കൃത്യമായി എത്തിക്കുന്നതിനുള്ള സ്റ്റെപ്പിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. അടുത്ത സെക്ഷൻ വെയർ ഹൗസിംഗ് ആണ്. വെയർ ഹൗസിംഗ് എന്ന് വെച്ചാൽ ഫിസിക്കലി പ്രോഡക്റ്റിനെ സ്റ്റോർ ചെയ്യുന്ന സെക്ഷനാണ് വെയർ ഹൗസിംഗ്. വെയർ ഹൗസിംഗിൽ സ്റ്റോർ ചെയ്ത പ്രോഡക്റ്റിനെ എഫിഷ്യൻ്റായി സ്റ്റോർ ചെയ്യുകയും ഷിപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇവിടുത്തെ സ്റ്റാഫ്സിൻ്റെ ഡ്യൂട്ടീസ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡിസ്ട്രിബ്യൂഷൻ. മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നോ വെയർ ഹൗസിൽ നിന്നോ ഒക്കെ പ്രോഡക്ട്സിനെ കൃത്യമായി കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന സെക്ഷനാണ് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷൻ. നേരത്തെ പറഞ്ഞ ടോട്ടൽ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് സെക്ഷൻസിനെ എല്ലാം കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടി ഇൻവെൻട്രി, ഷിപ്പിംഗ് തുടങ്ങി എല്ലാ ഡാറ്റാസും സ്റ്റോർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് ഇൻഫർമേഷൻ മാനേജ്മെൻറ്റ് സെക്ഷൻ. നേരത്തെ പറഞ്ഞ ഈ 6 സെക്ഷൻസും കൂടി ചേരുന്നതിനെയാണ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ 6 സെക്ഷൻസിലും ഡിഫറെൻറ്റ് ജോബ് പൊസിഷൻ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് പഠിച്ച കാൻഡിഡേറ്റ്സിന് അവൈലബിൾ ആണ്. ഇനി BBAയുടെ കൂടെ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് പഠിക്കുമ്പോഴുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ BBAയിൽ നിന്ന് ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെയും ലോജിസ്റ്റിക്സിൽ നിന്ന് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റിൻ്റെയും സ്പെഷ്യൽ നോളജ് കരസ്ഥമാക്കിയ കാൻഡിഡേറ്റ്സ് മോഡേൺ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഏതൊരു കോംപ്ലിസിറ്റിയെ നേരിടാൻ പറ്റിയ വെൽ റൗണ്ടഡ് പ്രൊഫഷണൽസായി മാറുന്നു എന്നതാണ്. ജനറലി പറയുകയാണെങ്കിൽ ഏതൊരു ബാച്ചിലർ ഡിഗ്രിയുടെ കൂടെയും ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ ഹയർ പൊസിഷനിലേക്ക് നമുക്ക് വളരെ വേഗം എത്താൻ സാധിക്കുന്നു. ഇതിൻ്റെ അകത്ത് എക്സ്പീരിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ബട്ട് ഈ BBA വിത്ത് ലോജിസ്റ്റിക്സ് എന്ന കോമ്പിനേഷൻ ഇറ്റ് ഈസ് എ ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ബിഗിൻ യുവർ കരിയർ ഇൻ ലോജിസ്റ്റിക്സ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കാൻ പറ്റിയ നല്ല കോളേജ്, നല്ല യൂണിവേഴ്സിറ്റീസ്, അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.